ഇഷ്ടപ്പെട്ടു. ശരിക്കും എൻജോയ് ചെയ്തു. ധ്യാൻ്റെ അഭിനയം ഒരു രക്ഷയില്ല. ദിവ്യ നന്നായിട്ടുണ്ട്. പിന്നെ ടിനുമായിട്ട് അഭിനയിച്ചൊരു പുതിയ ആളുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല പടമാണ്. അതായത് ഇപ്പോൾ ധ്യാനൊരു പേര് വന്നിരിക്കുന്നത് ഫ്ലോപ്പ് രാജ, അങ്ങനെ ഒരു ബോംബ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞല്ലേ. പക്ഷേ ഈ പടം ആ ഒരു തരത്തിലല്ല. നല്ലൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇഷ്ടപ്പെട്ടു. ധ്യാൻ്റെ ഒരു കമ്പാക്ക്, അതായത് 2025 ധ്യാൻ്റെ കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി പടം, നല്ല പടം, സൂപ്പർ പടം. സൂപ്പറായിരുന്നു. ഇന്നത്തെ വളരെ നല്ലൊരു മികച്ച സ്റ്റോറിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനൊരു ആസ്പദമാക്കിയുള്ളൊരു പടമാണ്. നല്ല സ്റ്റോറിയാണ്, നല്ലൊരു അവതരണമാണ്. കൊള്ളാം, പടം കണ്ടിരിക്കാം. ഇഷ്ടപ്പെട്ടോ? നല്ല പടം, നല്ല കഥയുള്ള പടം, നല്ല പടം, കണ്ടിരിക്കേണ്ട പടം, നല്ല പടമാണ്. ഓ, നന്നായി ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് കൊള്ളാം. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം കണ്ടിട്ട്. നല്ല സിനിമയാണ്. അടിപൊളി, നന്നായിരിക്കും. നല്ല സിനിമയാണ്. നല്ലതായിരുന്നു. നല്ല സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. എല്ലാവരും കണ്ടിട്ട് പറയും. ധ്യാനേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു. നല്ല സിനിമ, റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫാമിലി സ്റ്റോറിയാണ്. ഈ കാലഘട്ടത്തിന് അനുയോജിച്ചൊരു കഥയാണ്. രസകരമായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല പടമാണ്. ധ്യാൻ്റെ ഡിഫറെൻ്റ് ഒരു അടിപൊളി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല പടമാണ്. സൂപ്പർ. സൂപ്പർ സൂപ്പർ. നല്ല പടം. നല്ല മെസ്സേജ് ഉണ്ട് കേട്ടോ. നല്ല മെസ്സേജ്, സൂപ്പർ മെസ്സേജ്. പടം കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ഫാമിലി സ്റ്റോറിയാണ്. ആൻഡ് ഇറ്റ്സ് എബോവ് ആവറേജ് മൂവി. ആൻഡ് ഇതിലൊരു സോഷ്യൽ ഇഷ്യൂ ആണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ആൻഡ് അത് വർക്കൗട്ട് ആയെന്ന് തന്നെയാണ് വിശ്വാസം. എനിവേ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഫാമിലിയോടൊപ്പം വന്ന ഐഡി കാണുക. താങ്ക് യു. ധ്യാൻ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയല്ല. കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമുക്ക് ഒരു ക്യാരക്ടറിനോടൊക്കെ ദേഷ്യം തോന്നുന്ന ഒരു പരിപാടിയാണ് വില്ലൻ്റെ പരിപാടിയൊക്കെ. മൊത്തത്തിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ഫസ്റ്റ് പടമായതുകൊണ്ട് ഇഷ്ടപ്പെടുമല്ലോ. നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയേ? കൊള്ളാം, അതന്നെ കൊള്ളാം. പടം എനിക്ക് വർക്കായ പടം. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം മുതൽ അറിയുന്നത് കാരണം എനിക്കിത് നന്നായി വർക്കായൊരു പടമാണ്. അതെ, നല്ലൊരു മെസ്സേജാണിത് പാസ് ചെയ്തിരിക്കുന്നത്. ഞാനിത് പ്രേക്ഷകനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിഷയം വരികയാണെങ്കിൽ നമ്മളെല്ലാത്തിനും തല്ലി തീർക്കുക, ഒരു പക വെച്ച് കഴിഞ്ഞാൽ കൊന്നു തീർക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടി. ഇതൊരു റിവെഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതിനെ ഒരു മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്, നമ്മുടെ അതുമാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക, ഒരു ഫാമിലിക്ക് എഫക്റ്റ് ചെയ്യാതെ ഏത് രീതിയിൽ നമ്മളതിനെ കൈകാര്യം ചെയ്യും. കാരണം പല വിഷയങ്ങളും ഓരോ ഫാമിലികളിൽ കയറി വരുമ്പോൾ സൂയിസൈഡ് വരയ്ക്കും പോകുന്ന അവസ്ഥയാണ് ഓരോരുത്തരും വരുന്നത്. അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം, എങ്ങനെ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യണം, പബ്ലിക്കിലേക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട് ഈ പടം.